ഹലോ ഓൾ, ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിലെ NSC-JS എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. ഫസ്റ്റ് പാർട്ട് കാണാത്ത ആളുകൾ അത് കാണുക. സോ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇതുപോലത്തെ ഒളിമ്പിയാഡ് ലെവലിലുള്ള എക്സാമിനേഷൻസിന് വേണ്ടിയുള്ള സ്റ്റുഡൻസിൻ്റെ ഒരു കമ്മ്യൂണിറ്റി XNY ലേണിംഗിനുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്, നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓൾസോ ഈ എക്സാം എഴുതാൻ പോകുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇതുപോലത്തെ സയൻസ് ഒളിമ്പിയാഡ് എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഈവൻ IOQM വരെ നമ്മുടെ ചാനലിൽ ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ട്രോളി ഓഫ് മാസ് 200 kilogram carrying a sand bag of mass 20 kilogram is moving on a frictionless horizontal track with speed 36 km/h. After a while, sand starts leaking out of the bag on the floor of the trolley at the rate 0.04 kg per second. What is the speed of the trolley after the entire sandbag is empty? എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നമ്മൾ ലോസ് ഓഫ് മോഷനിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിലേക്ക് പോവുകയാണെങ്കിൽ, കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൻ്റെ ഒക്കെ ഒരു ലെവലിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇതുപോലത്തെ മാസ് വേരിയിങ് ആയിട്ടുള്ള സിസ്റ്റംസ് നമ്മൾ വീഡിയോ പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു. ബുള്ളറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഗണ്ണിൻ്റെ ക്വസ്റ്റ്യൻ. സിമിലർലി ഇവിടെ നമ്മൾ ആദ്യം വായിക്കുമ്പോൾ നമുക്ക് തോന്നുക ഒരു ട്രോളി എന്ത് ചെയ്യുന്നതാണ്, ഈ പറയുന്ന സാൻഡ് ക്യാരി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ട്രോളി എന്ത് ചെയ്യുന്നുണ്ട്, സാൻഡ് ക്യാരി ചെയ്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു സാൻഡ് ബാഗ് ഉണ്ട്. ഓക്കെ, ഒരു സാൻഡ് ബാഗ് ഉണ്ട്. അപ്പോൾ ഈ ട്രോളി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 36 km/h. 36 km/h എന്നുള്ളത് ആദ്യം തന്നെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. ആൻസേഴ്സ് ഒക്കെ മീറ്റർ പെർ സെക്കൻഡിലാണുള്ളത്. സോ ദാറ്റ്സ് 10 m/s. 10 m/s സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാൻഡ് ബാഗിൽ നിന്നും സാൻഡ് ലീക്ക് ചെയ്തിട്ട് പുറത്ത് റോഡിലേക്ക് വീഴുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മളൊരു +1 ഒരു അഡ്വാൻസ് ലെവൽ എത്തുമ്പോൾ ചെയ്യുന്നതാണ്. ഈ സാൻഡ് ബാഗിൽ നിന്ന് സാൻഡ് അല്ലെങ്കിൽ ഒരു ലോറിയിൽ സാൻഡ് കൊണ്ടുപോവാണ്. ആ മാസ് എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ ആ സാൻഡ് പുറത്തേക്ക് ഔട്ട്സൈഡ് ദ സിസ്റ്റം ലീക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് കാര്യമായിട്ട് എന്ത് ചെയ്യണം, നന്നായിട്ട് അനലൈസ് ചെയ്ത് നന്നായിട്ട് ഇൻറ്റഗ്രേഷൻ ഒക്കെ ഉപയോഗിച്ച് ചെയ്യണം. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കറിയാം, ആഫ്റ്റർ എ വൈൽ സാൻഡ് സ്റ്റാർട്ട്സ് ലീക്കിംഗ് ഔട്ട് ഓഫ് ദ ബാഗ്. ഔട്ട് ഓഫ് ദ ബാഗിൽ നിന്ന് എങ്ങോട്ടാണ്, ഓൺ ടു ദ ഫ്ലോർ ഓഫ് ദ ട്രോളി. അപ്പോൾ ട്രോളി ആൻഡ് സാൻഡ് ബാഗ് എന്ന് പറയുന്ന ഒരു ഒരൊറ്റ സിസ്റ്റം ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് 10 m/s. അവിടെ സാൻഡ് ബാഗിൽ നിന്നും സാൻഡ് ലീക്ക് ചെയ്തിട്ട് ട്രോളിയുടെ ഫ്ലോറിലേക്ക് തന്നെയാണ് വീഴുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലോറിലേക്ക് സാൻഡ് വീഴുന്ന സമയത്ത് നമ്മുടെ ട്രോളിക്ക് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമെന്നാണ് നമുക്ക് തോന്നുക. പക്ഷെ അത് ഇൻറ്റേർണൽ ആണ്. കാരണം എന്താണോ, ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ കാറിൻ്റെ അകത്ത് നമ്മൾ വെള്ളം കുടിക്കുകയാണ്. ആ വെള്ളം കാറിൻ്റെ അകത്ത് തന്നെ സ്പില്ലായി എന്ന് വിചാരിച്ചിട്ട് ആ കാറിനൊന്നും സംഭവിക്കില്ല, അതിൻ്റെ മോഷൻ അത് എഫക്റ്റ് ചെയ്യില്ല. സിമിലർലി നമ്മുടെ കയ്യിൽ നിന്ന് ഒബ്ജക്റ്റുകളൊക്കെ വീഴാറുണ്ട് കാറിൻ്റെ ഉള്ളിൽ, അല്ലേ? അതൊന്നും കാറിൻ്റെ മോഷൻ എന്ത് ചെയ്യില്ല, അഫക്റ്റ് ചെയ്യില്ല. കാരണം അത് ആ സിസ്റ്റത്തിൻ്റെ അകത്താണ് അതൊക്കെ സംഭവിക്കുന്നത്. അല്ലാതെ ഒരിക്കലും എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് അല്ല ഈ സിറ്റുവേഷനിൽ ആക്ട് ചെയ്യുന്നത്. അങ്ങനെ എക്സ്റ്റേണൽ ഫോഴ്സ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ മുഴുവൻ മാറിയേനെ. എപ്പോൾ സാൻഡ് ലീക്ക് ചെയ്തത് ടുവേർഡ്സ് റോഡാണെന്നുണ്ടെങ്കിൽ, റോഡിലേക്കാണ് വീഴുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ആകെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി മാറിയനെ. അപ്പോൾ ഇവിടെ ഇത് ഫ്ലോറിലേക്ക് തന്നെ വീഴുന്നത് കൊണ്ട് 10 m/s പോയിക്കൊണ്ടിരുന്ന ഒബ്ജക്റ്റിൽ നമുക്ക് പറയാം ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണ്. അതുകൊണ്ട് തന്നെ മൊമെൻറ്റം എന്തായിരിക്കും, മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം കൺസേർവ്ഡ് ആയിരിക്കും. അതിലൊരു ചേഞ്ച് ഉണ്ടാവില്ല. അതിന് എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് വരാതെ ഈ സിസ്റ്റത്തിൻ്റെ മൊമെൻറ്റത്തിൽ എന്തുണ്ടാവില്ല, മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ ഉണ്ടായിരുന്ന ആ സ്പീഡിൽ ഒരു മാറ്റവും ഇല്ലാതെ 10 m/s തന്നെയാണ് ഈ ട്രോളി ആൻഡ് സാൻഡ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇതിൽ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. കണ്ടു കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആണെന്നൊക്കെ തോന്നും, പക്ഷേ ഈ കാര്യം അറിയുന്ന ഒരാൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സി ചൂസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ എ കാർ മൂവിങ് ഓൺ എ സ്ട്രെയിറ്റ് റോഡ് വിത്ത് എ സ്പീഡ് ഓഫ് 100 m/s. ദ ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ദ കാർ ക്യാൻ ബി സ്റ്റോപ്ഡ് ഇസ്. അപ്പോൾ കാർ പോയിക്കൊണ്ടിരിക്കുന്ന കാർ സ്റ്റോപ്പ് ആവുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്നൊക്കെ പറയും. ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമിലർ ചോദ്യമാണ്, പക്ഷെ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നോക്കാം. കാർ ഈസ് മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ്, സോ U = 100 m/s ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കാർ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫൈനൽ സ്പീഡ് ഓഫ് ദ കാർ എന്തായിരിക്കണം, 0 ആയിരിക്കണം. ആൻഡ് നമുക്ക് വേണ്ടത് എന്താ, ഡിസ്റ്റൻസ് ആണ്, അതായത് S ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ സാധാരണ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ V² = U² + 2as നമ്മൾ അപ്ലൈ ചെയ്യും. അവിടുന്ന് ഇവിടെ ഫൈനൽ V0 എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ നമുക്ക് S = U² / 2a. ആ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് S = U² / 2a ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് S കിട്ടും. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്കിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ S നമുക്ക് കണ്ടുപിടിക്കണം, U നമുക്കറിയാം, പക്ഷേ A ഇല്ല.
എ എന്ന് പറയുന്ന സംഭവമില്ല. പിന്നെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ആൽഫ കെ അഥവാ മ്യൂ കെ ആണ് ഉദ്ദേശിച്ചത്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഈ സാധാരണഗതിയിൽ എത്രയാണോ ഡീസിലറേഷൻ, ഒരു കാർ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡീസിലറേഷൻ വേണം. ആ ഡീസിലറേഷൻ്റെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ക്വസ്റ്റ്യനിൽ തരാറുണ്ട്, പക്ഷേ ഇവിടെ അതൊന്നും തന്നിട്ടില്ല. ഇവിടെ ആകെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മാത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല, ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ടാണ് ഈ ഒബ്ജക്റ്റ് സ്റ്റോപ്പ് ആകുന്നത് എന്നതിൻ്റെ ഇൻഡിക്കേഷൻ ആണിത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഫ്രിക്ഷൻ കാരണമുള്ള റിട്ടാർഡേഷൻ എത്രയാണെന്ന് കണ്ടെത്തണം. u²/2a ചെയ്തിട്ട് ഇതിൻ്റെ ആൻസറിലേക്ക് എത്തും വേണം. ഫ്രിക്ഷൻ കാരണമുള്ള റിട്ടാർഡേഷനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, ആക്സിലറേഷൻ ഓർ റിട്ടാർഡേഷൻ ഡ്യൂ ടു ഫ്രിക്ഷനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ വാല്യൂ വേണം, ലൈക്ക് എനി അതർ ഫോഴ്സ്, ഡിവൈഡഡ് ബൈ മാസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനി പാർട്ട് 1 ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ വാല്യൂ കണ്ടെത്തുന്നത് ആ സർഫസിലെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, ഇവിടെ മൂവിങ് ആയതുകൊണ്ട് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്, ആ കോഎഫിഷ്യന്റിനെ എന്ത് ചെയ്യണം? നമ്മൾ നോർമൽ റിയാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആൻഡ് ഇൻ ദിസ് കേസ് നോർമൽ റിയാക്ഷനും അതുപോലെ തന്നെ എം ജിയും ഈക്വൽ ആണ്. കാരണം അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ഇല്ലാത്തതുകൊണ്ട് എത്രയാണോ കാറിൻ്റെ എം ജി അത്രയും തന്നെയാണ് നോർമൽ റിയാക്ഷൻ. സോ മ്യൂ ഇൻറ്റു എം ജി ആണ് ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ്. ദെർഫോർ ആക്സിലറേഷൻ അപ്പോൾ എന്താ? റിട്ടാർഡേഷൻ ഡ്യൂ ടു ഫ്രിക്ഷൻ്റെ വാല്യൂ അപ്പോൾ എത്രയായിരിക്കും? മ്യൂ എം ജി ഡിവൈഡഡ് ബൈ എം, അതായത് മ്യൂ ഇൻറ്റു ജി ആണ്. സോ ദിസ് ഇസ് 0.5 മൾട്ടിപ്ലൈഡ് ബൈ ജി എന്നതിന് പകരം നമുക്ക് എന്താക്കി എടുക്കാം? ഇവിടെ പ്രത്യേകിച്ച് തന്നിട്ടില്ല, നമുക്ക് 10 ആക്കി എടുക്കാം. കാരണം ഓപ്ഷൻസ് ഒക്കെ റൗണ്ട് ചെയ്തിട്ടുള്ള നമ്പേഴ്സ് ആണ്. സോ ജിയുടെ വാല്യൂ നമുക്ക് 10 ആക്കിയിട്ട് എടുക്കാം. സോ 5 m/s² ആണ് ഫ്രിക്ഷൻ കാരണം ഈ കാറിന് കിട്ടാൻ പോകുന്ന റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. ആ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? S is equal to 100² divided by 100 അല്ലേ? യെസ്, 100² divided by 2 multiplied by 5. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1000 മീറ്റർ ആണെന്ന് കിട്ടും. സോ ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ ബ്രേക്ക് ചവിട്ടുന്നതിനെ പറ്റി ഒന്നും പറയുന്നില്ല. ഈ കാർ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടല്ല, പകരം ആ ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം പതുക്കെ സ്റ്റോപ്പ് ചെയ്ത് സ്പീഡ് റെഡ്യൂസ് ചെയ്ത് 0യിലേക്ക് എത്തിയതാണ്. മനസ്സിലായോ? അപ്പോൾ 1000 മീറ്റർ 1 കിലോമീറ്റർ എടുത്തു ഈ കാർ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതല്ലാത്ത ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കാറിൻ്റെ ബ്രേക്കിംഗ് പവർ തരും, അല്ലെങ്കിൽ അതിൻ്റെ ആ റിട്ടാർഡേഷൻ്റെ വാല്യൂ തന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യും? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കാണാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു, അതിനെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം ആ ഫ്രിക്ഷൻ കാരണമുള്ള റിട്ടാർഡേഷൻ കിട്ടി, എന്നിട്ട് നമ്മൾ ആൻസറിലേക്ക് എത്തി. 1000 മീറ്റർ ആണ് ആൻസർ. അടുത്ത ചോദ്യം. A block is placed on a rough horizontal plane. A time dependent horizontal force, constant force അല്ല, ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന ഫോഴ്സ് ആണ്, acts on the block. Here k is a positive constant. Acceleration time graph, AT graph of the block is. AT graph of the block എങ്ങനെയാണ്? ഇപ്പോൾ ഗ്രാഫിൻ്റെ ഐഡിയ ഉള്ള ആളുകൾക്കറിയാം, ഫോഴ്സും ടൈമും തമ്മിൽ ഇവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. F=KT, ലീനിയർ റിലേഷൻഷിപ്പാണ്. അപ്പോൾ എഫിൻ്റെയും ടീൻ്റെയും ഒരു ഗ്രാഫ് വരച്ചാൽ അതൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. സിമിലർലി ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? F ഡിവൈഡഡ് ബൈ മാസ് ആണ്. അപ്പോൾ ഫോഴ്സിൻ്റെ റിലേഷൻ എന്താണോ, മാസ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഫോഴ്സിൻ്റെ റിലേഷൻ എന്താണോ അതേ റിലേഷൻ തന്നെയാണ് ആക്സിലറേഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ ഫോഴ്സും ടൈമും ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ AT ഗ്രാഫും എന്തായിരിക്കും? അതൊരു സ്ട്രെയിറ്റ് ലൈൻ തന്നെ ആയിരിക്കണം. ഇവിടെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ അവൈലബിൾ ആണ്, പക്ഷെ അതിൽ ആദ്യത്തെ കുറച്ച് സമയം ആക്സിലറേഷൻ എന്താണ് ഇവിടെ തന്നിട്ടുണ്ട്, പക്ഷെ അതെന്താണ്? ഒരു സർട്ടൺ വാല്യൂ ഉണ്ട്, പിന്നെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇവിടെ ആക്സിലറേഷൻ ആദ്യത്തെ ഒരു ഭാഗം 0 ആണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഇൻക്രീസ് ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ ആക്സിലറേഷൻ ആദ്യത്തെ ഒരു ഭാഗം എന്താണ്? 0 ആണ്, പിന്നെ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അടുത്ത ഫിഗറിൽ എന്താണ്? ആക്സിലറേഷൻ ഇൻക്രീസിങ് ആണ്, പിന്നെ കോൺസ്റ്റന്റ് ആവുകയാണ്. ഈ റിലേഷൻ കണ്ടാൽ നമുക്കറിയാം k ഒരു പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ F=KT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ t=0 ശരിക്ക് 0 ഫോഴ്സ് ആണ് വരിക. ഓക്കെ, അത് മുതൽ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ എവിടെ മുതലാണോ നമ്മുടെ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ തുടങ്ങിയത്, ഏത് സമയം മുതലാണോ ആ ടൈം മുതൽ അങ്ങോട്ട് പിന്നെ സ്ട്രെയിറ്റ് ലൈനിൽ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. കാരണം ടിയുടെ വാല്യൂ കൂടുകയുള്ളൂ. ഇതൊരിക്കലും ഈ എഫ് എന്താവാൻ പോകുന്നില്ല, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 0 ആവാൻ പോകുന്നില്ല, പിന്നെ കോൺസ്റ്റന്റ് ആവാൻ പോകുന്നില്ല. അത് കണ്ടിന്യൂസ്ലി ഇൻക്രീസിങ് ആണ്. ഇതൊരു ലീനിയർ ഫംഗ്ഷൻ ആണ്. ഇനി സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നിട്ടില്ല. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ 2 പോസിബിലിറ്റി ഉള്ളത് സ്ട്രെയിറ്റ് ലൈനിന്. അത് ഒന്നെങ്കിൽ ഫസ്റ്റ് ആവാം അല്ലെങ്കിൽ തേർഡ് ആവാം. കാരണം ഇതൊരു കേർവ് ആണ്, ഇത് സ്ട്രെയിറ്റ് ലൈൻ അല്ല, അതുകൊണ്ട് സെക്കൻഡ് വൺ അല്ല എന്ന് പറയാം. ഇവിടുത്തെ പ്രശ്നം കുറച്ച് സമയം കഴിഞ്ഞാൽ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആവുന്നുണ്ട്. അതും ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം അതൊരിക്കലും കോൺസ്റ്റന്റ് ആവില്ല. സോ ഈ ഓപ്ഷനും അല്ല. ഇനി ഇതിൽ രണ്ടിലും ഏത് ചൂസ് ചെയ്യുന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയ ടൈം പ്രത്യേകം തന്നിട്ടില്ല. ഇപ്പോൾ ലെറ്റ്സ് സേ ടൈം =0 ആണെന്ന് വിചാരിക്കാം.
ഇനീഷ്യലി 0 മുതലാണ് ഈ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ തുടങ്ങിയത്. പക്ഷേ ഈ ഗ്രാഫിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് സമയം കണ്ടോ ആക്സിലറേഷൻ ആദ്യത്തെ കുറച്ച് സമയം ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുകയാണ്. അത് ഈ ഒരു ഫംഗ്ഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ഫോഴ്സിൻ്റെ ഇക്വേഷനിൽ ഒരിക്കലും എന്തല്ല പോസിബിൾ അല്ല. ആദ്യത്തെ കുറച്ച് നേരം കോൺസ്റ്റൻ്റ് ആയി നിന്ന് പിന്നെ കൂടാനൊന്നും കഴിയില്ല. അപ്പോൾ ഇതെന്താണ്, ഇതും തെറ്റാണ്. ഇത് മാത്രമാണ് കറക്റ്റായിട്ട് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കാരണം മേ ബി എന്തുകൊണ്ടാണ് കുറച്ച് സമയം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത് ഈ ഒരു പോയിന്റ് മുതലാവാം. ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഈ ഒരു ബ്ലോക്കിൻ്റെ മേലെ ഫോഴ്സിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോയിന്റ് മുതലാവാം. അവിടെ മുതൽ അങ്ങോട്ട് പിന്നെ എന്താണ് കോൺസ്റ്റൻ്റ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുക. അടുത്ത ചോദ്യം, 3 identical blocks of masses m equal to 2 kg are drawn by a force F with an acceleration of 0.6 meter per second square on a horizontal frictionless surface. What is the tension in the string between the blocks B and C? ഇത് യൂഷ്വലി ലോസ് ഓഫ് മോഷനിൽ വരുന്ന ഒരു സ്ഥിരം നമ്മൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. 3 എണ്ണത്തിനെയും കണക്ട് ചെയ്ത് വലിച്ചു കൊണ്ടുപോവുകയാണ് എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതിൽ നമുക്കറിയാം നമ്മൾ ശരിക്ക് എക്സ്റ്റേണലി ഫോഴ്സ് അപ്ലൈ ചെയ്തത് എൻ്റെ മേലെയാണ്. എങ്ങനെ ബിയും സിയും മൂവ് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മൾ എനെ വലിക്കും, ആ ഫോഴ്സ് കിട്ടിയിട്ട് എ ബീനെയാണ് പുള്ള് ചെയ്യുക, ബി എന്ത് ചെയ്യും സീനെ പുള്ള് ചെയ്യും. അങ്ങനെയാണ് ഒരു സിസ്റ്റമായിട്ട് ഇവർ കണക്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് പോകുന്ന ഒബ്ജക്റ്റുകളിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആക്സിലറേഷൻ സെയിം ആയിരിക്കും. കാരണം എക്ക് കുറെ അധികം ആക്സിലറേറ്റ് ചെയ്യാനൊന്നും കഴിയില്ല. എയുടെ അതേ ആക്സിലറേഷൻ തന്നെയാണ് ബിക്ക് ഉണ്ടാവുക, അതേ ആക്സിലറേഷൻ ആണ് സിക്ക് ഉണ്ടാവുക. 3 ആളും ഒരേ സ്പീഡിൽ ഒരേ ആക്സിലറേഷനിലാണ് മൂവ് ചെയ്യുക. വാട്ട് ഈസ് ദി ടെൻഷൻ ഇൻ ദ സ്ട്രിങ് ബിറ്റ്വീൻ ദ ബ്ലോക്സ് ബി ആൻഡ് സി? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, ഇവിടുത്തെ ഈ ടെൻഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ടെൻഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിനെ ഞാൻ പാർട്ട് 1 ഒരു ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ സിമിലർ ലോജിക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള എന്ത് കണ്ടെത്തണം, ആക്സിലറേഷൻ എത്രയാണെന്ന് കണ്ടെത്തണം. അതിനുവേണ്ടി നമ്മളിതാ A+B+C ഇത് മുഴുവൻ ഒരു സിസ്റ്റം ആണെന്ന് എടുക്കും, 3 ആളും ഒരു ടീമാണെന്ന് എടുക്കും. ആ ടീമിൻ്റെ മേലെ ആക്ട് ചെയ്തിട്ടുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് എഫ് മാത്രമാണ്. ഇൻ ബിറ്റ്വീനിൽ ഈ കയറിൻ്റെ ഫോഴ്സൊക്കെ ഇൻറ്റേർണൽ ആണ്, അതിൻ്റെ അകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ആയി പോകും, ആക്ഷൻ റിയാക്ഷൻ പെയർ ആയിട്ട്. ഈ എഫ് ആണ് ഇവിടുത്തെ എന്ത്, എക്സ്റ്റേണൽ ഫോഴ്സ്. 3 ഐഡന്റിക്കൽ ബ്ലോക്ക് ആണ്, എല്ലാവരുടെയും മാസ് 2 kg ആണ്. അതുപോലെ തന്നെ ഡ്രോൺ ബൈ എ ഫോഴ്സ് എഫ് വിത്ത് ആൻ ആക്സിലറേഷൻ കണ്ടോ 0.6 meter per second square ആണ് ആക്സിലറേഷൻ. അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ 3 ആളുകളുടെയും ആക്സിലറേഷൻ എത്രയാണെന്നുള്ളത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായി നമ്മുടെ ക്വസ്റ്റ്യൻ. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്ക് മൊത്തത്തിൽ എത്ര ഫോഴ്സ് ഉണ്ട് എന്നുള്ള ആവശ്യം അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ആകെ വേണ്ടത് ഈ ടി എത്രയാന്നുള്ളത് മാത്രമാണ്. അപ്പം ഈ ടി മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട ആരെക്കുറിച്ചാണ്, സീനെ പറ്റി മാത്രം ആലോചിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സീനെ ഇൻഡിവിജ്വലി കൺസിഡർ ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ എഫ് ഡയറക്റ്റ്ലി ആക്ട് ചെയ്യുന്നത് എൻ്റെ മേലെയാണ്, സീൻ്റെ മേലെയല്ല. സീനെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഇൻ ബിറ്റ്വീനിലുള്ള ടെൻഷനാണ് കൊണ്ടുപോകുന്നത്. സീനെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്, ഇൻ ബിറ്റ്വീനിലുള്ള ടെൻഷനാണ്. അപ്പോൾ ആക്സിലറേഷൻ ഓഫ് സി എത്രയാണെന്ന് ചോദിച്ചാൽ അത് 0.6 meter per second square, 0.6 meter per second square. അത് നമുക്ക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെ എഴുതാം, ഫോഴ്സ് ആക്ടിങ് ഓൺ സി എന്ന് പറയുന്നത് ഏത് മാത്രമാണ്, ടി മാത്രമാണ്, മൾട്ടിപ്ലൈഡ് ബൈ മാസ് ഓഫ് സി എന്ന് എഴുതാം. ഇതിൽ നമുക്ക് വേണ്ടത് ടിയുടെ വാല്യൂ അല്ലേ, റൈറ്റ്, മൾട്ടിപ്ലൈഡ് അല്ല, സോറി, ഡിവൈഡഡ് ബൈ അല്ലേ, ഡിവൈഡഡ് ബൈ മാസ്, ഫോഴ്സ് ബൈ മാസ് ആണ്, ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സി. അങ്ങനെയാണെങ്കിൽ ആ ടീൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് മാസ് ഓഫ് സി മൾട്ടിപ്ലൈഡ് ബൈ ആക്സലറേഷൻ ഓഫ് സി ചെയ്താൽ മതി. അത് 2 kilogram ആണ് ഇൻറ്റു 0.6 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എത്ര വരിക, 1.2 Newton എന്ന് വരും. അപ്പോൾ ഇതാകെ 2 സ്റ്റെപ്പ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാം സീനെ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടി എന്ന് പറയുന്ന ടെൻഷൻ ഫോഴ്സ് ആണ് ആ സീനെ കൊണ്ടുപോകുന്നത്, അതിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് അതാ. അപ്പോൾ അത് എന്തായിരിക്കണം, മാസ് ഓഫ് സി ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് സി ആയിരിക്കണം. മനസ്സിലായോ? അപ്പോൾ ഇതിന് മേലെ വേറെ ഫോഴ്സസ് ഒന്നുമില്ല, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഇതിൻ്റെ മേലെ വേറെ ഫോഴ്സസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ആക്ട് ചെയ്യുന്നില്ല. അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ നോക്കാം. ABC is a 0.8 meter long curved wire track in a vertical plane. A bead of mass 3 gram is released from rest at A. It slides along the wire and comes to rest at C. Average frictional force opposing the motion in a single trip from A to C is. അപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ എയിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് നിങ്ങൾക്കറിയാം അതേ എനർജിയിൽ തന്നെ, പൊട്ടൻഷ്യൽ എനർജിയിൽ എവിടം വരെ എത്തേണ്ടതാണ്, ഇവിടം വരെ എത്തേണ്ടതായിരുന്നു. പക്ഷേ 0.5 meter ഹൈറ്റിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ഒരാൾ ഈ ട്രാക്കിലൂടെ പോയിട്ട് 0.3 മീറ്ററിലേക്ക് കയറിയുള്ളൂ.
അപ്പോൾ അവിടെ കുറച്ച് എനർജി നഷ്ടം വന്നിട്ടുണ്ട്. ആ എനർജി ലൂസ് ചെയ്യാനുള്ള റീസൺ ആരാണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ആ ഫോഴ്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഐഡിയ എത്രയേ ഉള്ളൂ, എത്രയാണോ നഷ്ടപ്പെട്ട എനർജി, ആ എനർജി മുഴുവൻ ഫ്രിക്ഷൻ ചെയ്ത വർക്കായിട്ട് അത് മാറിയിട്ടുണ്ടാകും. ഓക്കെ, സോ ഇവിടെ എനർജി ലോസ്റ്റ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ചെയ്ത വർക്കായിട്ട് നമുക്ക് എഴുതാം. എനർജി ലൂസ് ചെയ്ത് നമ്മൾ എങ്ങനെ എഴുതാം, നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എല്ലാവർക്കും അറിയുന്നതാണ്, mgh ആണ്. സോ 0.5 മീറ്റർ എടുക്കുന്ന സമയത്ത് mg ഇൻറ്റു 0.5 മൈനസ് mg ഇൻറ്റു 0.3. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയിൽ ഉണ്ടായിട്ടുള്ള ലോസ് നമ്മൾ എടുത്തു, ഈക്വൽ ടു ഇതിനെങ്ങനെ എഴുതാം, ഫ്രിക്ഷൻ ചെയ്ത വർക്കാണെന്ന് എടുക്കാം. കാരണം വേറെ ഒരു രീതിയിലും ഇവിടെ എനർജി ലോസ് ഉണ്ടാവില്ല, ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്തിട്ടുള്ള വർക്കാണ് ഇതിനെല്ലാം കാരണം. അപ്പോൾ വർക്കിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇവിടെ ഫോഴ്സിൻ്റെ വാല്യൂ അറിയില്ല, പക്ഷെ ഡിസ്പ്ലേസ്മെൻറ്റ് അറിയുമെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതാ ABC എന്ന് പറയുന്ന കർവിന് അലോങ് ആയിട്ടാണ് മൂവ് ചെയ്തത്. സോ ടോട്ടൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്, 0.8 മീറ്റർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം ഫ്രിക്ഷണൽ ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ 0.8 മീറ്റർ എന്ന് എഴുതാം. ഈ ഫസ്റ്റ് പാർട്ട് നമ്മളൊന്ന് കമ്പൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ mg ഇൻറ്റു 0.2 എന്ന് വരും നെക്സ്റ്റ് സ്റ്റെപ്പിൽ. അടുത്ത് അവിടേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ f ഇൻറ്റു 0.8 എന്ന് വരും. ഇതിനി സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, എഫ് അല്ലേ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? യെസ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് കണ്ടെത്തേണ്ടത്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവൈലബിൾ ആണ്, മാസ് ഒക്കെ അവൈലബിൾ ആണ്. സോ ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, എഫ് ഇസ് ഈക്വൽ ടു mg ഇൻറ്റു 0.2 ഡിവൈഡഡ് ബൈ 0.8 ചെയ്യാണ്. ഇവിടെ g നമ്മളോട് 10 ആക്കി എടുക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, 10 ആക്കി എടുക്കാം. കാരണം ഓപ്ഷൻസ് ഒക്കെ ഒരുപാട് ഡിസ്റ്റൻ്റ് ആയതുകൊണ്ട്. ഇനിയിപ്പോൾ 9.8 ചെയ്ത ആൻസർ ആണെന്നുണ്ടെങ്കിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ആൻസർ 3 ഗ്രാം അല്ലേ, 3 ഗ്രാമിന് ആദ്യം എന്ത് ചെയ്യണം, 3 ഇൻറ്റു 10⁻³ കിലോഗ്രാം ആക്കണം, മൾട്ടിപ്ലൈഡ് ബൈ ഈ 0.2 ബൈ മൾട്ടിപ്ലൈഡ് ബൈ ജിയുടെ വാല്യൂ ഞാൻ 10 കൊടുക്കുകയാണ് കേട്ടോ. 0.2 ബൈ 0.8 എന്താ, അത് 1/4 അല്ലേ. സോ ഇവിടെ എന്താവും, ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. സോ 3/4 എത്രയാ, 0.75. 0.75 ഇൻറ്റു 10⁻³ ഇൻറ്റു 10⁻² ആണ്. ഓക്കെ, സോ അവർ ആൻസർ 7.5 ഇൻറ്റു 10⁻². ഇതിനെ ഞാൻ 7.5 എന്ന് മാറ്റി എഴുതുമ്പം ഇതെന്താവും, 10⁻³ ന്യൂട്ടൺ എന്ന് വരും. ഇതാണ് ആൻസർ. ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് 7.5 ഇല്ല, നമ്മൾ ജിയുടെ വാല്യൂ 10 എടുത്തതുകൊണ്ടാണ് 7.5 ആയത്. 9.8 എടുത്താൽ നമ്മൾ എവിടെ എത്തണം, 7.36 എന്ന് പറയുന്ന ഓപ്ഷനിലേക്കാണ് എത്തേണ്ടത്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A bullet of mass 0.25 kilogram moving horizontally with velocity v strikes a stationary block of mass 1 kilogram suspended by a long inextensible string of negligible mass and length L. The bullet gets embedded in the block and the system rises up to the maximum height h is equal to 19.6 centimeters as shown in the figure. Okay, 19.6 centimeters ആണ്. The string still remains taut. The value of initial speed v of the bullet is. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് ഒരു കഥ പോലെ നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. ആദ്യം ഒരു 0.25 കിലോഗ്രാം മാസുള്ള ഒരു ബുള്ളറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബുള്ളറ്റ് വന്നിട്ട് ഒരു 1 kg ഇങ്ങനെ വെറുതെ റെസ്റ്റിൽ ഹാങ് ചെയ്ത് നിൽക്കുന്ന ഒരു ബ്ലോക്കിൽ അങ്ങ് ഹിറ്റ് ചെയ്യുന്നു. എന്നിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് എന്ത് ചെയ്യാണ്, പിന്നെ ഈ പറയുന്ന ഇവിടെ ഹാങ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു സർക്കുലർ പാത്തിലൂടെ ഇത് കറങ്ങിയിട്ട് ഇവിടെ എത്തുകയാണ്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, നമ്മൾ ആദ്യത്തെ ഒരു പൊസിഷനിൽ നിന്ന് എച്ച് ഹൈറ്റ് ആണ് ആര് ഗെയിൻ ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഒബ്ജക്റ്റ് ഗെയിൻ ചെയ്തിട്ടുള്ളത് എച്ച് ഹൈറ്റ് ആണ് ഗെയിൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ എച്ചിൻ്റെ വാല്യൂ 19.6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത്രയും ഹൈറ്റ് ഗെയിൻ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മുടെ ബുള്ളറ്റിന് ഉണ്ടായിരുന്ന ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അപ്ലൈ ചെയ്യാനുള്ളത്. ഒന്ന് മൊമെൻറ്റം കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. കാരണം ഈ ബുള്ളറ്റ് ഹിറ്റ് ചെയ്ത് ഈ ബ്ലോക്കിലേക്ക് എംബഡഡ് ആവുന്നു, രണ്ടുപേരും ഒരുമിച്ച് മൂവ് ചെയ്തു. ഇവിടെ ഒന്നും എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് ഇല്ല. ഇതൊക്കെ എന്താണ്, മൊമെൻറ്റം കൺസേർവ്ഡ് ആണ് നമുക്ക് ധൈര്യമായിട്ട് പറയാം. ഓക്കെ, സോ ഇവിടെ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ്. പി ഈക്വൽ ടു നമുക്ക് പറയാം കൺസേർവ്ഡ് ആണ്. ഓക്കെ, കൺസേർവ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാം? ഇനീഷ്യലി ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം mv ആണ്. ഫൈനലി ആഫ്റ്റർ ഹിറ്റിംഗ് ദ ബ്ലോക്ക് രണ്ടുപേരും സെയിം സ്പീഡിലാണ് മൂവ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ m പ്ലസ് ക്യാപിറ്റൽ M ഇൻറ്റു u എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്താ സംഭവിച്ചത്? അങ്ങനെ ഈ സ്പീഡ് കൊണ്ട് മൂവ് ചെയ്ത് രണ്ടുപേരും h എന്ന് പറയുന്ന ഒരു ഹൈറ്റിലേക്ക് ഉയർന്നിട്ടുണ്ട്. സോ ബേസിക്കലി അവിടെ എന്താ സംഭവിച്ചത്? അവിടെ ഈ ബുള്ളറ്റ് പ്ലസ് ബ്ലോക്ക് സിസ്റ്റത്തിൻ്റെ ടോട്ടൽ കൈനറ്റിക് എനർജി എന്തായിട്ട് മാറി? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു ഇവിടെ.
അതാണ് അത്രയും ഹൈറ്റിലേക്ക് പോകാനുള്ള കാരണം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് എനർജി കൺസർവേഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ, കൈനറ്റിക് എനർജി അല്ല, മെക്കാനിക്കൽ എനർജി, നമ്മുടെ പൊട്ടൻഷ്യലും അതുപോലെ തന്നെ കൈനറ്റിക്കിൻ്റെയും കൂടെ സമ്മായിട്ടുള്ള മെക്കാനിക്കൽ എനർജി. എനർജി ഈസ് കൺസേർവ്ഡ്. എനർജി ഈസ് കൺസേർവ്ഡ് എന്നുള്ള ഐഡിയ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇവിടുത്തെ M+M രണ്ടുപേരും കൂടെയാണ് ആ ഹൈറ്റിലേക്ക് ഉയർന്നത് കേട്ടോ. രണ്ടുപേരും കൂടെയാണ് ഹൈറ്റിലേക്ക് ഉയർന്നത്, ഈക്വൽ ടു എന്താണ്, ഇനി ആ ഹിറ്റിങ്ങിന് ശേഷം ഉണ്ടായിട്ടുള്ള കൈനറ്റിക് എനർജി എന്താണോ ആ കൈനറ്റിക് എനർജിയുടെ എഫക്റ്റിലാണ് രണ്ടുപേരും കൂടെ മുകളിലേക്ക് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം വന്ന സ്പീഡ് V എന്നെടുത്തു, ഈ ഹിറ്റിങ്ങിന് ശേഷമുള്ള സ്പീഡ് U ആണെന്ന് എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൈനറ്റിക് എനർജിയുടെ റിലേഷൻ എഴുതുമ്പം 1/2 ഇൻറ്റു ടോട്ടൽ മാസ് ഇൻറ്റു U² എന്ന് എഴുതാം. ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഇപ്പം തന്നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. നമ്മുടെ സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടി M+M രണ്ട് ഭാഗത്തും ക്യാൻസൽ ചെയ്യാം. അവിടെ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാകും. എന്താണത്? ഈ പറയുന്ന U² എന്ന് പറയുന്നത് 2GH ആണ്. U ഈക്വൽ ടു നമ്മൾ മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈനിലൊക്കെ കാണുന്ന പോലെ √2GH എന്ന് പറയുന്ന റിലേഷനിലേക്ക് എത്തും. സോ 2 ഇൻറ്റു ജിയുടെ വാല്യൂ നോക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ 9.8 എന്നൊക്കെ കാണുന്നുണ്ട്, 19.6 എന്നുള്ള നമ്പർ കാണുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ജിയുടെ വാല്യൂ നമുക്ക് 9.8 തന്നെ എടുക്കണം എന്നതിൻ്റെ ഇൻഡിക്കേഷൻ ആണത്. 9.8 ഇൻറ്റു 19.6 എന്ന് മാത്രമാണ് പലരും എഴുതുക. പക്ഷേ ഇവിടെ അഗെയിൻ ഒരു ട്വിസ്റ്റും കൂടെ ഇട്ടത് അതൊരു സെൻറ്റിമീറ്റർ ആണെന്നും കൂടെ ഉണ്ട്. അതും കൂടെ ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റും. അപ്പോൾ ഈ സ്ക്വയർ റൂട്ട് വലിയ സ്ക്വയർ റൂട്ടാണ്, കണ്ടാൽ പേടിയാകും. പക്ഷെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ 2 എന്ന് പറയുന്ന നമ്പർ ഇവിടെ ഉണ്ട്, 19.6 എന്ന് പറഞ്ഞാൽ 9.8 ഇൻറ്റു 2 ആണ്. അപ്പോൾ ആ 2ഉം 2ഉം കൂടെ നമുക്ക് സ്ക്വയർ റൂട്ടിൽ നിന്ന് പുറത്തെടുക്കാം. 9.8 ഇൻറ്റു 9.8 പുറത്തെടുക്കാം. സോ ബേസിക്കലി ഇത് എന്തായിട്ട് മാറും? ഇതിനെ നമുക്ക് 2 ഇൻറ്റു 2 ഇൻറ്റു 9.8 ഇൻറ്റു 9.8 ഇൻറ്റു 10⁻⁻² എന്ന് കിട്ടും. അപ്പോൾ ഇതിനകത്തുള്ളത് മുഴുവൻ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ക്വയറുകളാണ്. സോ ദെയർഫോർ U ഈക്വൽ ടു ഏത് സ്പീഡിലാണോ രണ്ടാളും കൂടെ ഒരുമിച്ച് ഈ ഒരു ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ സർക്കുലർ മോഷൻ സ്റ്റാർട്ട് ചെയ്തത് ആ സ്പീഡാണ് നമുക്കിപ്പോൾ കിട്ടാൻ പോകുന്നത്. 2 ഇൻറ്റു 2 സ്ക്വയർ റൂട്ടിൻ്റെ പുറത്തെത്തുമ്പോൾ അത് 2 ആകും, ഇൻറ്റു 9.8 ആകും, ഇൻറ്റു എത്രയാകും? 10⁻⁻1 ആകും. സോ ദിസ് ഇസ് ഈക്വൽ ടു 1.96 m/s എന്നുള്ള ആൻസറിലേക്ക് എത്തും. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ആഫ്റ്റർ കൊളീഷൻ ഉള്ള സ്പീഡാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യം ബുള്ളറ്റിന് എത്ര സ്പീഡ് ഉണ്ടായിരുന്നു എന്നാണ്. അതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ മൊമെൻറ്റം കൺസർവേഷനിലേക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. മാസ് ഓഫ് ദി ബുള്ളറ്റ് തന്നിട്ടുണ്ടോ? 1/4 കിലോഗ്രാം ആണ്. അതുപോലെ മാസ് ഓഫ് ബ്ലോക്ക് എത്രയാണ്? 1 കിലോഗ്രാം ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? 1/4 ഇൻറ്റു V ഇസ് ഈക്വൽ ടു 1/4ഉം 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് M+M കിട്ടുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5/4 ഇൻറ്റു U ഇപ്പോൾ നമുക്ക് കിട്ടിയില്ലേ? സോ 4ഉം 4ഉം ക്യാൻസലായി. V ഈക്വൽ ടു 5U ആണ്. സോ ദാറ്റ്സ് 5 ഇൻറ്റു 1.96. സോ ദി ആൻസർ ഇസ് 9.8 m/s² ആണ് നമ്മുടെ ആൻസർ. ഇത്രയും സ്പീഡിലാണ് ആ ബുള്ളറ്റ് ആദ്യം വന്നത്. 2 ബുള്ളറ്റ് പോയിട്ട് ബ്ലോക്കിനെ ഹിറ്റ് ചെയ്യുന്നു. അതിപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് എംബഡഡ് ആയിട്ട് എന്ത് ചെയ്യാണ്? ദ ബുള്ളറ്റ് ഗെറ്റ്സ് എംബഡഡ് ഇൻ ദ ബ്ലോക്ക്. എന്നിട്ട് ഈ പറയുന്ന സ്പീഡിൽ, ഏത് സ്പീഡിലാണ്? 1.96 എന്ന് പറയുന്ന ചെറിയൊരു സ്പീഡിൽ, ഈ സ്പീഡിലാണ് ബുള്ളറ്റ് വന്നത്. ഇതിലാണ് രണ്ടുപേരും മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? 19.6 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ഹൈറ്റ് വരെ പോയി എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനിലെ സ്റ്റോറി എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ 9.8 m/s. ഇനി കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1 നോക്കാം. അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. സ്റ്റേറ്റ്മെന്റ് 1 എന്തായാലും ശരിയാണ്. ദർ ഈസ് നോ ടൈം ലാഗ് ബിറ്റ്വീൻ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. അതും ശരിയാണ്. നമ്മൾ എപ്പോഴാണോ ഹിറ്റ് ചെയ്തത് അപ്പം തന്നെ തിരിച്ചു കിട്ടും. ഇത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൈ എടുത്തിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള വാളിൽ ഒരു ഹിറ്റ് കൊടുക്കുക. അതേ സമയത്ത് കൈ വേദനിക്കും, കാരണം വാൾ തിരിച്ച് ഇൻസ്റ്റൻ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ട്? റിയാക്ഷൻ തന്നിട്ടുണ്ട്. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്ന ആൻസറിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The centripetal and centrifugal forces never cancel each other. സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കുലർ മോഷനിൽ റിക്വയർഡ് ആയിട്ടുള്ള റിയൽ ഫോഴ്സ് ആണത്. അത് നമ്മൾ ഒരു സ്യൂഡോ ഫോഴ്സ് ആയിട്ട് പഠിക്കാൻ വേണ്ടി ഒരു നോൺ ഇനേർഷ്യൽ ഫ്രെയിമിലൊക്കെ വരക്കുന്ന സമയത്തുള്ള ഒരു ഫിക്റ്റീഷ്യസ് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു സ്യൂഡോ ഫോഴ്സ് ആണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് അങ്ങനെ ഒരു ഫോഴ്സ് ലോകത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. രണ്ടാളും 2 ഫ്രെയിം ഓഫ് റെഫറൻസിലാണ് വരുന്നത് തന്നെ. ശരിക്കുള്ള റിയൽ സിനാരിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അതിനെ ക്യാൻസൽ ചെയ്യാൻ ഒരു സെൻട്രിഫ്യൂഗൽ വരേണ്ട ആവശ്യം പോലും ഇല്ല. സോ സെൻട്രിപിറ്റൽ ആൻഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് നെവർ ക്യാൻസൽ ഈച്ച് അതർ എന്ന് പറയുന്നത് തന്നെ ഒരു അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. അവർ ക്യാൻസൽ ചെയ്യാൻ പോകുന്നില്ല. അവർ 2 വേറെ വേറെ
സിറ്റുവേഷൻസിലുള്ള ആൾക്കാരാണ്. ദേ ആർ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഫോഴ്സസ് എന്ന് പറയുന്നത് തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്തായാലും തെറ്റാണ്. അവർ ആക്ഷൻ റിയാക്ഷൻ പെയർ അല്ല, അവർ ഒരുമിച്ച് വരാനേ പോകുന്നില്ല. രണ്ടും രണ്ട് കോണ്ടെക്സ്റ്റിലുള്ള ഫോഴ്സസ് ആണ്. നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ നമ്മൾ പഠിക്കുന്ന സമയത്താണ് സ്യൂഡോ ഫോഴ്സുകൾ യൂസ് ചെയ്യാം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 മാത്രം നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ആണെന്ന് പറയാം. 2 എന്തായാലും റോങ് ആണ്. ഈവൻ 1നെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടാളും ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഒരു ഫ്രെയിമിൽ അല്ലെങ്കിൽ ഒരു പിക്ചറിൽ ഒരിക്കലും വരികയില്ല. ഓക്കെ, അപ്പോൾ നെവർ ക്യാൻസൽ ഈച്ച് അതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ശരിയാണ്. ദേ നെവർ ക്യാൻസൽ ഈച്ച് അതർ. ഓൺലി സ്റ്റേറ്റ്മെന്റ് ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്ന്, സോറി ഇത് ആക്ച്വലി തെറ്റാണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവില്ല. ദേ ആർ ആക്ഷൻ റിയാക്ഷൻ പെയർ എന്നുള്ളത് എന്താണ്, ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ആൻസർ കീയിലുള്ള മിസ്റ്റേക്ക് ആണ്. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രം എന്താണെന്ന് പറയാം, കറക്റ്റ് ആണെന്ന് പറയാം. രണ്ടാമത്തത് തെറ്റാണ്. ഓക്കെ, യെസ്. അടുത്തത് ആക്സിലറേഷൻ ഓഫ് എൻ ഒബ്ജക്ട് ഇൻ യൂണിഫോം മോഷൻ ഈസ് 0. ആക്സിലറേഷൻ ഓഫ് എൻ ഒബ്ജക്ട് ഇൻ യൂണിഫോം മോഷൻ ഇസ് 0. അത് ശരിയാണ്. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ യൂണിഫോം വെലോസിറ്റി ആണ്. അപ്പോൾ ആക്സിലറേഷൻ 0 ആണ്. നോ ഫോഴ്സ് ഇസ് റിക്വയർഡ് ടു മൂവ് ആൻ ഒബ്ജക്ട് യൂണിഫോംലി. അങ്ങനെ നമുക്ക് എപ്പോഴും പറയാൻ പറ്റുമോ? ഫ്രിക്ഷനോ എയർ റെസിസ്റ്റൻസോ ഒന്നും ഇല്ലാത്ത കേസിലാണെങ്കിൽ യൂണിഫോം സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ട് ഫോഴ്സിൻ്റെ ആവശ്യമില്ല. പക്ഷേ റിയൽ വേൾഡിൽ നമ്മളൊരു കാറിനെ യൂണിഫോം ആയിട്ട് സെയിം സ്പീഡിൽ ഒരു റോഡിലൂടെ ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഫോഴ്സിൻ്റെ ആവശ്യമുണ്ട്. കാരണം അവിടെ ഫ്രിക്ഷൻ ഉണ്ട്, എയർ റെസിസ്റ്റൻസ് ഉണ്ട്, ഇതൊക്കെ ഓവർകം ചെയ്യണം. അപ്പോൾ അതൊന്നും പറയാത്ത സ്ഥിതിക്ക് നമുക്ക് രണ്ടാമത്തെ സെൻറ്റൻസിനെ എല്ലാ സിറ്റുവേഷനിലും ശരിയാണെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് 1 എന്തായാലും നമുക്ക് എന്ത് പറയാം, ശരിയാണെന്ന് പറയാം. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ്, റോങ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. അടുത്തതിലേക്ക് പോകാം. A car is moving on a horizontal cement road with uniform velocity 90 km/h. Read the following statements regarding the motion of car. Okay, the acceleration of the car is 0. അപ്പോൾ ഇവിടെ പറയുന്നത് കാർ ഹൊറിസോണ്ടൽ സിമെന്റ് റോഡ് എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം ഫ്രിക്ഷൻ ഉള്ള റോഡാണെന്ന് പ്രത്യേകം ഇൻഫോം ചെയ്തിട്ടുണ്ട്. വിത്ത് യൂണിഫോം വെലോസിറ്റി 90 km/h. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് മോഷൻ ഓഫ് ദ കാർ. ആക്സിലറേഷൻ 0 ആണ്. യൂണിഫോം വെലോസിറ്റിയിലാണെന്നുണ്ടെങ്കിൽ, യൂണിഫോം വെലോസിറ്റി എന്ന് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷനും സെയിം ആണ്. യൂണിഫോം വെലോസിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാം ആക്സിലറേഷൻ 0 ആണ്. നോ ഫോഴ്സ് ഇസ് ആക്ടിങ് ഓൺ ദ കാർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, തൊട്ട് മുന്നേ പറഞ്ഞു നിർത്തിയത് അതാ. ഫ്രിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫ്രിക്ഷനെ ഓവർകം ചെയ്യാനുള്ള ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താലേ യൂണിഫോം വെലോസിറ്റിയിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നോ ഫോഴ്സ് ആക്ടിങ് എന്ന് പറയുന്ന S2 സെന്റൻസ് എന്തായാലും തെറ്റാണ്. കൈനറ്റിക് എനർജി ആൻഡ് ലീനിയർ മൊമെന്റം ഓഫ് കാർ ആർ കോൺസ്റ്റന്റ് ഡ്യൂറിംഗ് ദിസ് മോഷൻ. യൂണിഫോം വെലോസിറ്റിയിലാണെങ്കിൽ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് മൊമെന്റവും കോൺസ്റ്റന്റ് ആണ്. S3 ശരിയായിട്ടുള്ള സെന്റൻസ് ആണ്. എൻജിൻ ഓഫ് കാർ ഇസ് ഡൂയിങ് നോ വർക്ക്. എൻജിൻ വർക്കൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് അത് തെറ്റല്ലേ? എൻജിൻ വർക്ക് ചെയ്ത് ഫ്രിക്ഷനെ ഓവർകം ചെയ്താൽ മാത്രമേ കാറിന് മൂവ് ചെയ്യാൻ കഴിയുള്ളൂ. സോ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് ഏത് സെലക്ട് ചെയ്യാം? ഓൺലി സ്റ്റേറ്റ്മെന്റ്സ് S1 ആൻഡ് S3 ആർ ട്രൂ എന്നുള്ള ഓപ്ഷൻ സി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോറി ബി, ഓപ്ഷൻ ബി നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് ചൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ NSE JSലെ ഫിസിക്സിലെ ലോസ് ഓഫ് മോഷൻ, ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ്. ക്ലാസ് കണ്ട് മനസ്സിലായ ആളുകളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത്തരത്തിലുള്ള ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാലാണ് നമുക്ക് ഫ്യൂച്ചറിൽ JEE പോലുള്ള എക്സാംസിലൊക്കെ ഫസ്റ്റ് ചാൻസിൽ തന്നെ നല്ല സ്കോറോട് കൂടിയിട്ട് ക്രാക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്ന ഫൗണ്ടേഷൻ പ്രോഗ്രാമാണ് XNY ലേണിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. 6th മുതൽ 10th വരെയുള്ള ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് വേണ്ടി. നിങ്ങളുടെ ഫാമിലിയിലോ പരിചയത്തിലോ എവിടെയെങ്കിലും 6 to 10 പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി XNY അവർക്ക് റെഫർ ചെയ്ത് കൊടുക്കുക. അവർ മാത്സിലും സയൻസിലും ഇഷ്ടമുള്ള ആളുകളാണ്, പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി XNY ലേണിംഗ് പരിചയപ്പെടുത്തി കൊടുക്കുക. അല്ലാതെ സ്കൂളിൽ നിന്നുകൊണ്ട് നമ്മളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിട്ട് നിന്നാൽ പോരാ, എബോവ് ആവറേജ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ എബോവ് ആവറേജ് ക്ലാസ്സുകളും അതിൽ തന്നെ എബോവ് ആവറേജ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. NSE JSന്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്ത ചാപ്റ്റേഴ്സുമായിട്ട് നമുക്ക് ഈ ചാനലിൽ തന്നെ കാണാം. ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.